जाना ना दिल से दूर, 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 जाना ना दिल से दूर। എന്റെ കർത്താവ്, നേരങ്ങൾക്ക് തുടങ്ങി ഓരോരോ പണികള്. ഈ അടുക്കളപ്പണിയിൽ നിന്ന് എന്നോടാവും എനിക്കൊരു മോചനം കിട്ടുക. എടുത്തെടുത്തെടുത്തെടുത്ത് എനിക്ക് മതിയായി. പറയുന്നവർക്കൊക്കെ എന്താ, 3 പെൺകുട്ടികളുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കൊരു പണിയെടുക്കണ്ട, അവരുണ്ടല്ലോ സഹായിക്കാൻ. പറയുന്നവർക്ക് അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ സത്യം എനിക്കല്ല അറിയുള്ളൂ, ആ 3 എണ്ണം ഈ അടുക്കളയുടെ പരിസരത്ത് വരില്ല. ഇനി എങ്ങാനും കിച്ചണിലൊന്ന് കേറുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫുഡ് എടുത്ത് കൊണ്ടുപോയി കഴിക്കാം, അതല്ലെങ്കിൽ ഫുഡ് ആയോന്നറിയാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് തിന്നാൻ. ഇതിനല്ലാതെ അതുങ്ങളൊന്നും ഈ വഴിക്കേ വരൂല. എന്തൊരു കഷ്ടാത്. ഇതുങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യാ? പറഞ്ഞ് എനിക്ക് മതിയായി. ഞാൻ ഒഴിവാക്കി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മൂത്തതൊന്നുണ്ട്, അതാണെങ്കിലും ഉറക്കത്തിന് കയ്യും കാലും വെച്ചൊരു സാധനം. ഫുൾ ടൈം ഉറക്ക, ഒരു ഉറക്കപ്രാന്തത്തി. രണ്ടാമത്തതോ എവിടെയെങ്കിലും തുള്ളി തുള്ളി ചാടി ചാടിപ്പോവും. അതിലൊരു സ്പ്രൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും, വേറെ ഒന്നും അതിന് വേണ്ട. മൂന്നാമത്തതൊന്നുണ്ട്, അയ്യോ ഒന്നും പറയാത്തതാ നല്ലത്. അതാണെങ്കിൽ ഏതോ ഇംഗ്ലീഷുകാരന്റെ പാട്ടും കേട്ട് ഫുൾ ടൈം അത് ചെവിയിലും വെച്ചിരുന്നോളും, അതിനൊന്നും വിളിച്ചാൽ തന്നെ അതറിയില്ല. ഇങ്ങനെ 3 എണ്ണം, 3 ഐറ്റാ. ഓ മമ്മി, കോഫി. പൊന്നുമോള് ഉറങ്ങി നീച്ചായിരുന്നോ? കോഫി മാത്രം മതിയോ? ഞാൻ എന്താടി നിന്റെ വേലക്കാരിയാണോ? വേണേ വന്നെടുത്ത് കുടിക്കി. എന്താ പെണ്ണെ, ഇനി ഇങ്ങനെ ശരിയാവില്ല കേട്ടോ. നീയാണ് ഈ വീട്ടിലെ മൂത്ത മോള്, എന്നിട്ട് നീ തന്നെ എന്നും ഇങ്ങനെ ലേറ്റായി നീച്ച് വന്നാൽ എന്താ ചെയ്യാ? നാളെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ നീ ഇവിടുത്തെ പോലെ തന്നെയല്ല അവിടെ ചെയ്യുള്ളൂ. നീ വെറുതെ എന്നെ പറയിപ്പിക്കാൻ നിൽക്കരുത്. ഓ എൻ്റെ മമ്മി, ഞാൻ കല്യാണം കഴിച്ച് പോകുമ്പോഴല്ലേ, അത് അപ്പം ആലോചിച്ചാൽ പോരെ, ഇപ്പോഴേ എന്തിനാ അത് ആലോചിക്കണേ? എന്തായാലും കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ടൊക്കെ മതി കല്യാണം. എന്തായാലും ഇപ്പം എനിക്ക് കല്യാണം ഒന്നും വേണ്ട. ആ തന്നെ, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇത്രയും കാലം നീ കാരണം നീ പറഞ്ഞത് കേട്ടിട്ടാണ് ഞങ്ങൾ കല്യാണം വേണ്ടാന്ന് വെച്ച്. എത്രയോ നല്ല നല്ല ആലോചനകൾ വന്നു, നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എല്ലാം ഞങ്ങൾ ഒഴിവാക്കിയത്. ഇപ്പൊ തന്നെ നിനക്ക് വയസ്സ് എത്രയെന്ന വിചാരം? ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തായാലും അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ അവർ വരുന്നുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നീ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട, ഒന്നും ഇവിടെ ചെലവാവില്ല. ഇത്രയും കാലം നീ പറയുന്നത് ഞങ്ങൾ കേട്ടു, ഇനി ഞങ്ങൾ പറയുന്നത് നീ കേട്ടാൽ മതി. ഈ ഞായറാഴ്ച അവരോട് വരാൻ ഞാൻ പറഞ്ഞതാ, ഞാൻ വാക്ക് കൊടുത്തതാ. അത് ഇവിടെയുള്ള ആൾക്കാരല്ല, വിദേശത്തുനിന്ന് വരുന്നവരാ, നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കുന്നവരല്ല. അതുകൊണ്ട് മോളെ ഈ കോഫി കൊണ്ട് ചെല്ലാൻ നോക്ക്. പൊക്ക ഇനി ഇവിടെ നിന്ന് കളി കളിക്കണ്ട, വേഗം വയ്ക്കോ. മമ്മി പ്ലീസ് മമ്മി, ഞാനൊന്ന് പറയട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി മമ്മി പ്ലീസ്. ഒരു മമ്മിയില്ല, നീ ഇപ്പൊ ഇവിടുന്ന് കോഫി കൊണ്ട് പോയിക്കോ. പോയില്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ചട്ടക ഇത് ഞാൻ കൈമല വെക്കും. പൊക്ക ഇനി ഈ മമ്മിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മമ്മി രണ്ടും കൽപ്പിച്ച. ഐഡിയ, പപ്പ ഉണ്ടല്ലോ, ഇനി പപ്പേനെ സോപ്പിടാം.
പപ്പ വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഷോ, എനിക്ക് എന്തായാലും ഇപ്പൊ കല്യാണമൊന്നും വേണ്ട. എന്തായാലും പപ്പനെ സോപ്പിടാം. പപ്പയുടെ പപ്പ പപ്പ പപ്പ. എന്താ മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ദാ ഇങ്ങോട്ട് വാ. പപ്പ പ്ലീസ് ഹെൽപ്പ് മീ പപ്പ. പപ്പയ്ക്ക് അറിയാലോ എനിക്കിപ്പോ ഒരു മാരേജ് വേണ്ട. ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ല പപ്പ. പ്ലീസ് പ്ലീസ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേ. എനിക്കിപ്പോ അങ്ങനെ ഒന്നും എന്താ പറയാ, പപ്പയ്ക്ക് അറിയാലോ എനിക്കിപ്പോ കല്യാണത്തിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇത് നോക്ക് പപ്പ, സൺഡേ ആരോ എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നൊക്കെയാ മമ്മി പറയുന്നത്. ഞാൻ മമ്മിനോട് മാക്സിമം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മമ്മി ഒന്നും കേൾക്കാൻ കൂടി തയ്യാറാവുന്നില്ല. പപ്പ പ്ലീസ്, എനിക്കിപ്പോൾ കല്യാണം വേണ്ട പപ്പ. പ്ലീസ് 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 ഒന്ന് ഈ പെണ്ണ് കാണലൊന്ന് ഒഴിവാക്കിത്താ പ്ലീസ്. എന്റെ മോൾക്ക് തോന്നുന്നുണ്ടോ ഈ പപ്പ മോളുടെ ഇഷ്ടമില്ലാതെ ഒരു മാരേജ് നടത്തുന്നുള്ളത്? ഒരിക്കലും ഇല്ല. എന്റെ മോളുടെ സമ്മതമില്ലാതെ ഞാൻ ഈ മാരേജ് ഒരിക്കലും നടത്തില്ല. പക്ഷെ മോളെ, ഇത്ര കാലമായിട്ടും മോളോട് പപ്പ മാരേജിനെ പറ്റി പറയാത്തത് അത് മോൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ്. മോൾ ഈ പപ്പൻ്റെയും അമ്മേൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങൾക്കും ഉണ്ടാവില്ല ആഗ്രഹം എൻ്റെ മോളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്ന്. ഞങ്ങളൊരിക്കലും മോളെ ഫോഴ്സ് ചെയ്യില്ല. ഒരു പെണ്ണുകാണലല്ലേ, അവർ മോളെ വന്നൊന്ന് കണ്ടുപോയിക്കോട്ടെ. പിന്നെ അറിഞ്ഞെടുത്തോളം ഇവർ നല്ല ഫാമിലിയാ. പപ്പ ആ ചെറുക്കനെ പറ്റി നന്നായി അന്വേഷിച്ചതാ. അവനെപ്പറ്റി ആരും കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നല്ല സ്വഭാവമാണ്, കാണാൻ നല്ലവനാണ്, പിന്നെ നല്ലൊരു ജോലിയുണ്ട്. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? പിന്നെ അവൻ്റെ പപ്പയും അമ്മയും നല്ല ആൾക്കാരാ. അവരെ പേഴ്സണലി എനിക്ക് അറിയാവുന്നത്. ഇപ്പോൾ കുറേയായി അവരൊക്കെ നേരിട്ട് കണ്ടിട്ട്. പക്ഷേ മുൻപ് കുറേ വർഷം മുന്നേ ഞങ്ങൾക്ക് പരിചയമുള്ളതാ അവരെ. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് എൻ്റെ മോള് പോയി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരൊരു രാജകുമാരീനെ പോലെ എൻ്റെ മോളെ നോക്കൂ. അത് പപ്പയ്ക്ക് ഉറപ്പാ. എന്ന് കരുതി മോളുടെ സമ്മതം ഇല്ലാതെ ഒന്നും നടത്തൂല. പിന്നെ ചെറുക്കന് നിന്നെ ഇഷ്ടമാവണം, നിനക്ക് ചെറുക്കനെ ഇഷ്ടമാവണം. അവരൊന്ന് വന്ന് കണ്ടു പോയിക്കോട്ടെ എന്നേ. അങ്ങനെ പോയിട്ട് രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നടത്തിയാൽ മതി. അല്ലെങ്കിൽ വേണ്ട. പപ്പൻ്റെ പൊന്നു മോളല്ലേ, പപ്പയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ആ പെണ്ണ് കാണുന്ന സമയത്തൊന്ന് നിന്ന് തന്നാൽ മതി. ബാക്കി പപ്പ നോക്കിക്കോളാം. പിന്നെ മോള് ചെറുക്കനായി സംസാരിച്ചിട്ട് മോക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരാളാണെങ്കിൽ നമുക്ക് വിട്ടേക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. എന്താ, പപ്പൻ്റെ പൊന്നല്ലേ, ഒന്ന് സമ്മതിക്കടാ. ഇത് പ്രപ്പോസലും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയതല്ല. മോളുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവര് ഇങ്ങോട്ട് ആലോചിച്ചതാ. പപ്പ അവർക്ക് വാക്ക് കൊടുത്തതാ. ഇനിയിപ്പോ മോക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ ഒരു വാക്കല്ലേ, അത് വേണമെങ്കിൽ ഞാൻ മാറ്റി പറഞ്ഞോളാം. കുഴപ്പമില്ല. ഞാനൊന്ന് നാണം കെടുന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അയ്യോ വേണ്ട പപ്പ. ഇനിയിപ്പോൾ ഞാൻ കാരണം എൻ്റെ പപ്പ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടന്ന. പപ്പ എന്തായാലും അവർക്ക് വാക്ക് കൊടുത്തതല്ലേ, ഇനിയിപ്പോൾ അവർ വന്നോട്ടെ. പക്ഷേ ഞാൻ അവരുടെ മുന്നിൽ നിൽക്കാം പപ്പ പറഞ്ഞതുപോലെ. പക്ഷെ എനിക്കിഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പപ്പ ഈ മാരേജിന് എന്നെ നിർബന്ധിക്കരുത്. എനിക്കിഷ്ടമായിട്ടില്ലെങ്കിൽ പിന്നെ ആ മാരേജിനെ പറ്റി പപ്പ എന്നോട് പറയരുത്. അത് അവിടെ വെച്ച് തന്നെ നിർത്തണം. ആ ഒരു വാക്ക് പപ്പ എനിക്ക് തന്നേ പറ്റൂ. എന്നാലേ സൺഡേ ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുള്ളൂ. എന്താ, വാക്ക് തരാൻ പറ്റുമോ പപ്പയ്ക്ക്? ഓക്കെ, എന്നാ മോള് പറഞ്ഞതുപോലെ തന്നെ വാക്ക് തന്നിരിക്കുന്നു പപ്പ. പക്ഷെ എനിക്കുറപ്പാ ഈ പയ്യനെ എൻ്റെ മോക്ക് എന്തായാലും ഇഷ്ടാവും. കാരണം പയ്യനാള് സുന്ദരനാ. ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. പക്ഷേ മോള് നേരിട്ട് കണ്ടാൽ മതി. എന്തായാലും എൻ്റെ മോക്ക് ഇഷ്ടാവും. അത് ഈ പപ്പയ്ക്ക് ഉറപ്പാ. അതിപ്പോഴേ പപ്പ ഉറപ്പിക്കുന്നു വേണ്ട. ആദ്യം ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. മമ്മി എന്താണ് രാവിലെ തന്നെ നല്ല ചൂടിലാന്ന് തോന്നുന്നല്ലോ. പിന്നുണ്ടല്ലോ മമ്മി, ചേച്ചി പപ്പയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. മിക്കവാറും ഈ കല്യാണം മുടക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യും?
പൊന്നു മോളെ, നീ നാക്കെടുത്ത് അങ്ങനെയൊന്നും പറയല്ലേ. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിന്റെ പപ്പ എന്തായാലും ഈ കല്യാണം മുടക്കാൻ കൂട്ടു നിൽക്കില്ല. കാരണം എന്താണെന്നറിയോ, വന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആലോചന ഇത്. ഈ കല്യാണം നടക്കുകയാണെങ്കിൽ നിന്റെ ചേച്ചി രക്ഷപ്പെട്ടു, അവളുടെ ജീവിതം സേഫ് ആവും, അത് ഉറപ്പാ. അത്രയും നല്ല വീട്ടിലേക്ക് അവൾ പോകാൻ പോകുന്നത്. പക്ഷേ അവൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. അവൾക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കില്ലേ, പിന്നെ എങ്ങനെയാ? മമ്മി ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? നമുക്ക് നോക്കാം എന്തായാലും. നീ മോളെ, നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ കുക്കീസ് മോള് നല്ല ഉറക്കത്തിലായിരിക്കും. അവള് സ്ഥിരം ആ സാഹിബിന്റെ പാട്ടും കേട്ട് കോൺസേർട്ടും കണ്ട് അവനെ നേരിട്ട് കാണുന്നതും സ്വപ്നം കണ്ട് കിടക്കിയിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. എൻ്റെ പൊന്നു മമ്മി, മമ്മീനോട് എത്ര പ്രാവശ്യം പറയണം, അത് സായിപ്പല്ല, അതൊരു കൊറിയൻ സിംഗറാ, ഒരു K-pop ഐഡിയൽ. എന്തായിരുന്നു പേര്? പാക് ജിമിൻ. ആ ജിമ്മിൻ്റെ ഏറ്റവും വലിയ ഫാനാ അവള് കേക്ക് ഇങ്ങനെയൊന്നും പറയണ്ട, അവളെ വീട് തല കുത്തനെ വെക്കും. ഞാൻ എന്തായാലും പോയി അവളെ വിളിച്ചുകൊണ്ട് വരാം. अपना कोई आंखों में सपने नए, मन में हलचल नई, तुमसे मिलके ऐसा लगा जैसे अपना कोई आंखों में सपने नए, मन में हलचल नई। धड़कने थम गई तुमको देखकर, तुमसे मिलने की दुआ जिंदगी बन गई। वक्त की करवटें या मौसमों के रंग, हर सफर साथ हो, हर सफर संग संग। कम ना हो एक पल प्यार का ये सुरूर, जाना ना दिल से दूर, 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 जाना दिल से मंजिलों से परे हो अपनी दास्तां, जन्नतों की तरह हो अपना आशियाँ, मंजिलों से परे हो अपनी दास्तां, जन्नतों की तरह हो अपना आशियाँ, इश्क ही पहचान हो तेरी मेरी यहाँ, प्यार के
नाम पे हो जाएंगे फना। कल के अनजाने देखो एक हो गए, दोनों एक दूजे में पूरे खो गए। कम ना हो एक पल प्यार का ये सुरूर, जाना ना दिल से दूर, जाना ना दिल से दूर, जाना ना दिल से दूर, जाना ना दिल से दूर। जाना ना दिल से दूर, जाना ना दिल से दूर, जाना ना दिल से दूर, जाना ना दिल से दूर। तेरे ख्यालों से महके हम चंदन से, तुझसे मिली है जिंदगी जीवन में, तेरे ख्यालों से महके हम चंदन से, तुझसे मिली है जिंदगी जीवन में। कभी छोड़ के मुझको जाना नहीं, अपने लिए तड़पाना नहीं, जो भी है तेरी आरज़ू चाहत मेरी वही। मर जाऊं रे तेरे नाम पे, तेरा नाम लेके यारा जिए जाऊं रे। കുക്കീസേ എഴുന്നേറ്റ്, നേരത്തായിന എഴുന്നേൽക്ക്. കുക്കീസേ എഴുന്നേറ്റ്. എന്താ ജീവനപ്പ ഒപ്പിക്ക് ഉറക്കൊന്നുമില്ലേ? നേരം വെളുക്കുന്നല്ലേ ഉള്ളൂ, നമുക്ക് നേരം വെളുത്തിട്ട് സംസാരിക്കാവേ. ഇപ്പൊ ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് ജീവനപ്പ, സ്വീറ്റ് ഡ്രീംസ്. എന്ത് ജീവനൊപ്പയോ? കുക്കി എഴുന്നേൽക്ക്. ജീവനൊപ്പയൊന്നുമല്ല, നിന്റെ ചേച്ചിയാ. എഴുന്നേക്കങ്ങോട്ട്. എന്തുവാ ചേച്ചി, മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് നല്ലൊരു സ്വപ്നം കണ്ടുവന്നായിരുന്നു, ഒക്കെ പൊക്കി. എൻ്റെ പൊന്നുമോളെ, മതി സ്വപ്നം കണ്ടത്. നീ വേഗം എണീറ്റുക. നിന്നെ താഴേക്ക് മമ്മി വിളിക്കുന്നുണ്ട്. വേഗം ഫ്രഷ് ആയി താഴോട്ടോ. ഓക്കെ ചേച്ചി, ഞാനിപ്പോ തന്നെ താഴെ കയറാം. ചേച്ചി പൊക്കം. എന്റെ കർത്താവേ, എന്നും ഇങ്ങനെ ജിമിന്റെ സ്വപ്നം കാണാനാണല്ലോ എന്റെ യോഗം. എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് കൊറിയയിലെത്തിക്കണേ. എന്നിട്ട് വേണം എനിക്ക് ജിമിനെ നേരിട്ട് കാണാൻ. നേരിട്ട് കണ്ടിട്ട് എനിക്ക് ജിമിനോട് പറയണം, ജിമിന്റെ ഏറ്റവും വലിയ ഫാനാണ് ഞാൻ. പിന്നെ അതേപോലെ എനിക്ക് ജിമിന്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം. അതേപോലെ ജിമിന്റെ ലൈവ് പെർഫോമൻസ് എനിക്ക് കാണണം. അങ്ങനെ ഒത്തിരി ആഗ്രഹമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഇതൊന്ന് നടത്തി തരണ കർത്താവേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. വേറൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്ലീസ്. മമ്മീസേ, നീച്ച് വന്ന് മമ്മീസിനെ വിളിച്ചെന്ന്. എന്താ മമ്മീസേ കാര്യം? ഓ, എഴുന്നേറ്റായിരുന്നോ? അത് പിന്നെ കുക്കീസേ, നിന്റെ ഒരു ഹെൽപ്പ് മമ്മിക്ക് വേണം. എന്താന്ന് വെച്ചാ, നിന്റെ ചേച്ചിയില്ലേ ജിയ, അവൾക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അവളാണ് ഈ കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞു നടക്കുക. ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഇതാണെങ്കിൽ നല്ല പ്രപ്പോസലാണ് മോളെ. നീ എന്ന് വിചാരിച്ചാ അവളെ കൊണ്ട് എന്തായാലും സമ്മതിപ്പിക്കാൻ പറ്റും. എന്താ നീ പറയാ അവളോട്? ആഹാ,
കൊള്ളാലോ, രാവിലെ തന്നെ ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. ഞാനൊന്നും സംസാരിക്കില്ല. അതുമല്ല, ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ മമ്മി എന്തിനാ നിർബന്ധിക്കുന്നേ? ഇത് പോയാൽ നമുക്ക് വേറെ പ്രപ്പോസൽ വരുമല്ലോ, അപ്പം നോക്കാന്നേ. എന്തായാലും ഞാനൊന്നും പറയില്ല ചേച്ചീനോട്. അയ്യോ മമ്മിൻ്റെ കുക്കീസ്, അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. ഇക്കാര്യത്തിൽ മമ്മിൻ്റെ കുക്കീസ് മമ്മിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ചേച്ചിനോടൊന്ന് സംസാരിക്കേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മോക്കറിയോ, ചേച്ചിക്ക് വന്ന ഈ ഒരു പ്രപ്പോസൽ എവിടെ നിന്നിട്ടാണ്? കൊറിയയിൽ നിന്ന് വന്ന പ്രപ്പോസലാ. അവരുടെ ഫാമിലി അവിടെ സെറ്റിൽഡാ. ഈ പ്രപ്പോസൽ എങ്ങാനും നടന്ന നിന്റെ ആഗ്രഹം പോലെ നിനക്ക് കൊറിയ പോവാ. മമ്മി പിന്നെ ഒന്നും പറയില്ല. ചേച്ചി അവിടെ ആയതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് ദിവസം പോയി നിൽക്കണമെങ്കിൽ നിൽക്കും ചെയ്യാം. ഇനി നിനക്ക് ജോലി ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. നിന്റെ ഏതോ ഒരു പാട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു ആ ചെറുക്കൻ്റെ പേര്? ജിമ്മോ എന്തായിരുന്നു? ജിമ്മിന്. ആ ജിമ്മിനെ കാണണമെങ്കിൽ കാണാം, കോൺസെർട്ട് കാണണമെങ്കിൽ കാണാം, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മോളെന്ത് ചെയ്യണം, ചേച്ചീനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഈ കല്യാണം നടക്കുകയാണെങ്കിൽ നിനക്കും നല്ല തന്നെയല്ലേ. പിന്നെ മമ്മി മോളോട് കൊറിയ പോകണ്ടെന്ന് പറയേയില്ല. ചേച്ചി അവിടെ ഉള്ളതുകൊണ്ട് മമ്മിക്കൊരു ധൈര്യമാണ്. എന്ത് കൊറിയോ? കൊറിയയിൽ നിന്ന് വന്ന പ്രപ്പോസലാണോ? എന്നിട്ടാണോ ആ മണ്ടി ചേച്ചി ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്? മമ്മി പേടിക്കണ്ട മമ്മി, ഞാൻ എന്തായാലും മമ്മിയുടെ കൂടെ ഉണ്ട്. ഇക്കാര്യത്തിൽ ഞാനും മമ്മി ഒറ്റക്കെട്ടായിരിക്കും. ഞാൻ എന്തായാലും ചേച്ചിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കും. പിന്നെ മമ്മി ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ചേച്ചിൻ്റെ ഓഫിൽ ഞാൻ അവിടെ ഒരു ജോലി നൽകി ഞാനും അവിടെ അങ്ങ് സെറ്റിൽ ആയിക്കോളാം. ഞാൻ ഇന്നും കൂടി കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊറിയയിലെത്തിക്കണമെന്ന്. ആ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് സഫലമാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിക്ക് വയ്യ, പെട്ടെന്നൊന്ന് ഈ കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ എന്തായാലും ചേച്ചിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ബൈ, ലവ് യു മമ്മി, ലവ് യു സോ മച്ച്. എനിക്ക് വയ്യ, എൻ്റെ ജീവിതത്തിലേക്ക് കാണാം. കൊറിയാ, കർത്താവേ, ചാടിത്തുള്ളി പോകുന്നുണ്ട്, വല്ലതും നടന്നാ മതിയായിരുന്നു. ഞാൻ അതാ റെഡിയായി. അല്ല, ജോ എവിടെ? അവൻ ഇതുവരെ റെഡിയായി താഴേക്ക് വന്നില്ലേ? ഈ ചെറുക്കനെ കൊണ്ടെന്നാല് നമ്മളിവിടെ അടുത്തേക്കല്ല പോകുന്നത്, നമുക്ക് ഇന്ത്യയിലേക്കാ പോകണ്ടേ. എന്റെ മരിയ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇറങ്ങാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. പിന്നെ ജോ ചിമ്മിന്റെ മ്യൂസിക് റൂമിലുണ്ടാവും. നീ അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് അവനെ വിളിച്ചോണ്ട് വാ. മഴയടിക്കും സിറു പേച്ച്, വെയിലടിക്കും ഒരു പാർവ, ഉടമ്പു മണ്ണിൽ പുതയറ വരയിൽ ഉടൻ വര കൂടുമോ? അടിവും പോലെ ചവപ്പ് ഇല്ല, കണക്കാൽ കൂടെ കറുപ്പ് ഇല്ല. നീ തീണ്ടും ഇടം തിത്തിക്കുമേ, ഇനി ബാക്കിയുടമ്പും ചെയ്യ വേണ്ടും ബാക്കിയമേ. കുറുക്ക് ചിരുത്തവളെ, എന്നെ കുങ്കുമത്തിൽ കരച്ചവളെ, നെഞ്ചിൽ മഞ്ചത്തെച്ച് കുളിക്കയിൽ
உன் கொலுசுக்குள் மணியாக என்ன கொஞ்சம் ജിമ്മി, ഓ ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബ്രദർ, ഐ എം പ്രൗഡ് ഓഫ് യു. നിന്റെ ഓരോ സോങ്സും ഒന്നിനൊന്നും മെച്ച, ഒന്നും പറയാനില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇന്ന് ഈ നിലയിലെത്തിയത്. നിന്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു സിംഗറായി, ഡാൻസറായി, ലോകം ഫുൾ നിനക്ക് ഫാൻസായി. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ? എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയായി എൻ്റെ ജിമ്മി. ഓ താങ്ക് യു സോ മച്ച് എൻ്റെ ചായ. അല്ല ചോച്ചായ, റെഡിയായി പോവാനൊരുങ്ങിയില്ലേ? ഷോ എനിക്ക് വയ്യ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണോ തിരിച്ചു വരാം, അതോ പെണ്ണ് കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരുമോ എന്തോ? ഒന്ന് പോടാ, മനുഷ്യനെ കളിയാക്കാതെ. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് കയ്യും കാലും വരയ്ക്കുന്നത് അറിയോ? എനിക്കറിയില്ല അവിടെ പോയിട്ട് ഞാൻ എന്താ ചെയ്യുക. ഓ എനിക്ക് ടെൻഷനാവുന്നു. ഇതാണെങ്കിൽ ഞാൻ മമ്മിനോട് ഒരുപാട് തവണ പറഞ്ഞതാ, ഒരു കല്യാണത്തിന് ഞാനിപ്പോൾ പ്രിപ്പയർ അല്ല, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. പക്ഷെ ആര് കേൾക്കാനാ? ഞാൻ പറയുന്നത് വല്ലതും മമ്മി കേൾക്കോ? മമ്മീൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇപ്പം ഞാൻ ഇന്ത്യയിലേക്ക് തന്നെ പോകുന്നത്. എൻ്റെ വായെന്ന് അറിയാതൊരു വാക്ക് വീണ്, എനിക്ക് ഇന്ത്യൻ പെൺകുട്ടികളെ ഇഷ്ടമെന്ന്. അതോടുകൂടി ഇന്ത്യത്തെ എല്ലാ പെണ്ണിനെയും സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആരെയോ ഏതോ റിലേറ്റീവ് വഴി കിട്ടിയതാ, മമ്മിക്ക് അറിയാവുന്ന കുട്ടിയാന്നൊക്കെ പറഞ്ഞ്. എനിക്ക് അറിഞ്ഞൂടടാ, എനിക്കാകെ പേടിയാവുന്നു. ഓ കൂൾ ഡൗൺ മാൻ, കൂൾ ഡൗൺ. അതിനും മാത്രം ടെൻഷൻ അടിക്കാൻ ഒരു കാര്യമില്ല. ഇച്ചായനൊരു കാര്യം ചെയ്യാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ പെണ്ണ് ചായ ആയിട്ട് വരുമ്പോൾ ആ ചായ വാങ്ങി അങ്ങ് കുടിക്കുക. ഇനി പുറത്ത് നല്ല ചിരിച്ചോണ്ട് പ്ലസൻ്റ് ആയിരിക്കുക. ഉള്ളിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കരുത്, കൂളായിട്ടിരിക്കുക. പിന്നെ ഞാൻ ഏതൊക്കെയോ ഫിലിംസിൽ കണ്ടിട്ടുണ്ട്, അതായത് ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ കാരണവരോ അങ്ങനെ എന്തോ അല്ലേ, എന്തായാലും കുറച്ച് പ്രായമുള്ള ഒരാൾ വന്നിട്ട് പറയും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലൊക്കെ പറയും എന്തായാലും, പെണ്ണിനും ചെക്കനും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ. അപ്പോൾ ഇച്ചായൻ എന്ത് ചെയ്യണം? പെണ്ണിനോട് സംസാരിക്കണം. പേടിച്ച് വിറച്ച് എല്ലാം കൂടി കോളാക്കി നമ്മുടെ കുടുംബത്തിൻ്റെ മാനം ഇച്ചായനായിട്ട് കൊണ്ടിട്ടാളരുത്. കൂളായിട്ട് ജസ്റ്റ് ഇച്ചായനെ പറ്റി 2 വാക്ക് ആ കുട്ടീനോടൊന്ന് സംസാരിക്കുക. പിന്നെ ആ കുട്ടീൻ്റെ പേര് ചോദിക്കുക, എന്താ ചെയ്യുന്നത്, വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക. പിന്നെ ഇച്ചായൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുക ആ കുട്ടീനോട്. ഇച്ചായൻ ഇപ്പോൾ ഒരു മാരേജിന് പ്രിപ്പയർ അല്ല, പക്ഷേ ഇച്ചായൻ്റെ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് ആ കുട്ടീനോട് തുറന്നു പറയാം. അപ്പോൾ ആ കുട്ടിയും ഇച്ചായനോട് ഓപ്പണായി പറയും. അങ്ങനെ നിങ്ങൾക്ക് 2 പേർക്കും ഒരു എന്താ പറയുക, ഒരിഷ്ടം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ 2 ആളും സെറ്റ് ആവുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമുക്കിത് വേണ്ടെന്ന് വെക്കാന്നേ, അത്രയേ ഉള്ളൂ. ആഹാ, നിന്നെ ഞാൻ എവിടേക്ക് നോക്കിയെന്ന് അറിയിച്ചോ? ലാസ്റ്റ് ഇച്ചായനാ പറഞ്ഞേ നീ ജിമ്മിന്റെ മ്യൂസിക് റൂമിലുണ്ടെന്ന്. നിങ്ങൾ 2 പേരും ഇവിടെ കഥ പറഞ്ഞിരിക്കുക. വേ വാ ജോ, നമുക്ക് പോവാനുള്ളതല്ലേ. നിന്നെ ഒരാളെ കാത്ത് എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഫ്ലൈറ്റിന്റെ പാട് നോക്കി പോവും. നീ വേഗം വാ, നമുക്ക് സമയത്തിന് എത്താനുള്ളതാ. അതിന് ഞാൻ മാത്രമല്ലല്ലോ, അവനും കൂടി വരണ്ടേ? അവനെവിടെ? അതിന് അവനൊക്കെ എപ്പോഴോ പോയി, അവനിപ്പോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. നീ വാ, നമുക്ക് പോവാം. എന്നാ ചിമ്മിക്കുട്ട, പപ്പയും മമ്മിയും നിന്റെ ഇച്ചായനെ പെണ്ണ് കാണിച്ചിട്ട് വരാട്ടോ. നീ ഒന്ന് ആദ്യ കർത്താവിനോട് പ്രാർത്ഥിച്ചേക്കണേ, കാരണം ഈ മുതലിന്റെ മനസ്സെപ്പോഴാ മാറാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. എന്നാ ശരി മമ്മി, നിങ്ങൾ പോയിട്ട് വാ. എന്തായാലും ഞാൻ ഇവിടെ ഇരുന്ന് കർത്താവിനോട് നല്ലോണം പ്രാർത്ഥിച്ചേക്കാം. എന്താ അതുപോലെ? സൺഡേ അല്ലേ പെണ്ണ് കാണാൻ പറഞ്ഞിരിക്കുന്നേ? ഇന്നിപ്പോ സാറ്റർഡേ, ഇന്നത്തെ ഈവനിങ് ഫ്ലൈറ്റിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ എത്തും. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫ്രഷ് ആയതിനു ശേഷം നേരെ ആ കുട്ടീൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ പോയിട്ട് ആ കുട്ടീനെ കണ്ട് വീട്ടുകാരായിട്ടൊന്ന് സംസാരിച്ച് പുറത്തുനിന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് നേരെ ആഫ്റ്റർനൂണിൻ്റെ ഫ്ലൈറ്റിന് ഇങ്ങോട്ട് റിട്ടേൺ വരും. ആഹാ, ഇതാരൊക്കെയാ? വരണം, അകത്തേക്ക് വരണം. നമ്മൾ കുറെ ആയില്ലേ കണ്ടിട്ട്, പക്ഷെ നീ ഇപ്പോഴും ആ പഴയതുപോലെ തന്നെ, നിനക്ക് ഒരു മാറ്റമില്ല. ഇത്രയും വലിയൊരു മോന്റെ അമ്മയാന്ന് പറഞ്ഞറിയിക്കണം. മോനെ വാ, അകത്തേക്ക് വാ.
ടെസ, നീയും പഴയതുപോലെ തന്നെ, നിനക്ക് ഒരു മാറ്റമില്ല. അല്ല, നിന്റെ മക്കളൊക്കെ എവിടെ? മക്കളൊക്കെ മുകളിലുണ്ട്, ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം, നീ ഇരിക്ക്. അയ്യോ എൻ്റെ കുക്കീസേ, നീയ എൻ്റെ കൈകാലം വിറച്ചിട്ട് പാടില്ല. അയ്യോ എനിക്കെന്തോ ടെൻഷൻ ആവുന്നു. ഓ എൻ്റെ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, എല്ലാം ശരിയാവും, ഒന്ന് കൂളാവൂ. ചേച്ചി മതി ഒരുങ്ങിയത്. ദേ അവരൊക്കെ താഴെ എത്തിയിട്ടുണ്ട്. മമ്മി പറഞ്ഞു ചേച്ചിയും കൊണ്ട് താഴോട്ട് ചെല്ലാം. വേഗം വാ. ഓ എന്റെ ചേച്ചി ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കാതെ ചെറുക്കന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക്. ഇനിയിപ്പോ മക്കൾക്ക് തമ്മിൽ പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവരങ്ങ് സംസാരിച്ചിട്ടല്ലേ. ഓ പിന്നെ അതിനെന്താ, ഇവർ തമ്മിലല്ലേ പരസ്പരം കല്യാണം കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പരസ്പരം സംസാരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, മോനും കൊണ്ട് മുറിയിലേക്ക് ചെല്ലേ, എന്നിട്ട് അവിടെ പോയി നിങ്ങൾ രണ്ടാളും സംസാരിക്കേ. ഹായ്, താൻ എന്തൊന്നും മിണ്ടാത്തേ? ഓക്കെ, ഞാൻ തന്നെ ആദ്യം സംസാരിക്കാം. എൻ്റെ പേര് ജോഹാൻ, വീട്ടിലെല്ലാവരും ജോ എന്നാണ് വിളിക്കുക. പിന്നെ ഞാനൊരു ബിസിനസ്മാനാണ്, സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്. പിന്നെ എന്താ പറയുക, ഞാനൊരു കല്യാണത്തിന് ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല, ഞാനൊന്നും പ്രിപ്പയർ അല്ല. പിന്നെ മമ്മീൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ ഈ പെണ്ണ് കാണാൻ തന്നെ വന്നത്. സത്യമായിട്ടും എന്താ പറയുക, ഒരു കല്യാണം അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം എന്ന് വിചാരിച്ച് നടന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് കല്യാണത്തിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവിടെ വന്ന് തന്നെ കണ്ടപ്പോൾ ഐ തിങ്ക് തന്നോടൊന്ന് സംസാരിച്ച് തനിക്കും കൂടി ഓക്കെ ആണെങ്കിൽ ഈ ഒരു മാരേജായിട്ട് മുന്നോട്ട് പോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഇനി താൻ പറ, തന്നെ കുറിച്ച് പറ. ഞാനിപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാനും ഇതുപോലൊരു സിറ്റുവേഷനിലാണിപ്പോൾ. എനിക്കും മാരേജിനൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ഒട്ടും താല്പര്യമില്ലായിരുന്നു. കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നിന്ന ആളാണ് ഞാൻ. പപ്പയോടും മമ്മിയോടും ഒരുപാട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കല്യാണം വേണ്ടെന്ന്. അപ്പോൾ പപ്പ പറഞ്ഞത്, ആരാണെങ്കിലും അവർ വന്ന് കണ്ടു പോട്ടെ, കണ്ടിട്ട് മോൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നാ. അതുകൊണ്ട് മാത്രം ഞാനിവിടെ ഇന്നിങ്ങനെ നിന്നത്. പിന്നെ എൻ്റെ പേര് ജിയാനാന്നാ. ഇവിടെ വീട്ടിൽ എല്ലാവരും ജിയാനാന്നല്ല ജിയാന്നാ വിളിക്കാറ്. പിന്നെ ഞാനും ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് ഞാൻ ഒട്ടും ഓക്കെ അല്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞതുപോലെ ചേട്ടനെ കണ്ടപ്പോൾ എനിക്കും എന്തോ ഈ കല്യാണത്തിന് എനിക്ക് ഓക്കെയാണ്. പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഈ കല്യാണത്തിന് സമ്മതമാണ്. ആണോ? ശരിക്കും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ സോ എക്സൈറ്റഡ്. എന്തായാലും ഐ സോ ഹാപ്പി. പിന്നെ ഈ ചേട്ടെന്നുള്ള വിളി മാറ്റി ഇച്ചായെന്ന് വിളിച്ചൂടെ? പിന്നെന്താ ഇച്ചായ? സോറി ജിയ, എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബ്രദറാ, ഞാനൊന്ന് താഴെ പോയി സംസാരിച്ചിട്ട് വരാം. താൻ ഇവിടെ തന്നെ നിൽക്കേ. ഓക്കെ, അതിനെന്താ ഇച്ചായ, ഇച്ചായം പോയിട്ട്
നീ ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു? അതൊക്കെ ഞാൻ പറയാം, പക്ഷെ അർജന്റായിട്ട് മമ്മി എനിക്കിപ്പോൾ വാഷ്റൂമിൽ പോകണം. വാഷ്റൂം എവിടെയാ അത് രസ, അത് പിന്നെ ഇവിടുത്തെ വാഷ്റൂം എവിടെയാ? മോനൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാനായിരുന്നു. മോന് വാഷ്റൂമാണ് വേണ്ടേ? മുകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ റൂമിലും വാഷ്റൂം ഉണ്ട്. മോന് ഏത് റൂമായി എന്താ വെച്ചാൽ ആ റൂമിൽ പോയിരിക്കാം. ഓക്കെ, താങ്ക്സ് ആൻറ്റി. എന്നാൽ ഞാൻ പോയി വരാം. ഈ ഷോളിലെ ജ്യൂസ് ആണെന്നുണ്ട് ഒരു നേരം. വേഗം പോയിട്ടൊന്ന് വാഷ് ചെയ്ത് വരാം. അയ്യോ!